വെൽക്കം ബാക്ക് ടു ടീച്ചേഴ്സ് ഡയറി. ടാക്കൂർ കാ കുവാം എന്ന പാഠത്തിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ ഒരു മോഡലാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പൊ ഈ പാഠത്തിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ടാക്കൂർ കെ കുएं पर कौन चढ़ने देगा? ഗംഗി ക്യോം ഇസ് പ്രകാർ സോച്തി ഹെ? ടാക്കൂറിന്റെ കിണറ്റുകരയിലേക്ക് ചെല്ലുവാൻ ആര് അനുവദിക്കും? ഗംഗി എന്തുകൊണ്ടാണ് ഇപ്രകാരം ചിന്തിക്കുന്നത്? ആൻസർ ഇങ്ങനെയാണ്: जोको और गंगी निम्न जाति के हैं, उन्हें ठाकुर के कुएं से पानी लेने की अनुमति नहीं दी, इसी कारण से वह ऐसा सोचती है. ജോക്കുവും ഗംഗയും താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണ്. ഠാക്കൂറിന്റെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുവാൻ അവർക്ക് അനുവാദമില്ലായിരുന്നു. ഇക്കാരണത്താലാണ് അവർ ഇപ്രകാരം ചിന്തിക്കുന്നത്. അടുത്ത ചോദ്യം: മൈതാനി ബഹാദുരി കാ തോ അബ് ന ജമാന രഹാ ഹെ ന മൗക, ഇസ്കാ ക്യാ മത്ലബ് ഹെ? ഇപ്പോൾ തടിമിടുക്കിന്റെ കാലമല്ല, അതിനുള്ള അവസരവുമല്ല. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? समाज के ऊंचे माने जाने वाले लोग गुंडों की मदद से अपना काम चला लेते थे, लेकिन अब उस मैदानी बहादुरी का जमाना बीत गया, अब कानूनी बातें हो रही है. സമൂഹത്തിലെ ഉന്നതരെന്ന് കരുതുന്നവർ ഗുണ്ടകളെ ഉപയോഗിച്ച് കാര്യങ്ങൾ നേടിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ തടിമിടുക്കിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിയമപരമായ കാര്യങ്ങളാണ് നടക്കുന്നത്. അടുത്ത ചോദ്യം: गंगी दबे पांव कुएं की जगत पर चढ़ी, विजय का ऐसा अनुभव उसे पहले न हुआ था, गंगी को ऐसा अनुभव क्यों हुआ होगा? ഗംഗി ശബ്ദമുണ്ടാക്കാതെ കിണറിന്റെ തിണ്ണയിൽ കയറി. വിജയത്തിന്റെ ഈ അനുഭവം ഗംഗയ്ക്ക് മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാകും ഗംഗയ്ക്ക് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായത്? ആൻസർ ഇങ്ങനെയാണ്: अछूत होने के कारण गंगी को ठाकुर के कुएं से पानी लेने की अनुमति नहीं दी, पर रात में वह सबकी आंखें बचाकर ठाकुर के कुएं की जगत पर पहुंची. ठाकुर के घर में सब सो गए थे, सारा वातावरण उसके लिए अनुकूल था. उसके मन में यह आशा थी कि अब थोड़ा साफ जल भर सकती, इसलिए गंगी को ऐसा अनुभव हुआ होगा. ഐത്തമുള്ളവളായതിനാൽ ഗംഗയ്ക്ക് ടാക്കൂറിന്റെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുവാൻ അനുവാദമില്ലായിരുന്നു. എങ്കിലും രാത്രിയിൽ അവർ എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് ആ കിണറ്റിൻ കരയിലെത്തി. ടാക്കൂറിന്റെ വീട്ടിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ചുറ്റുപാടുകളൊക്കെ അനുകൂലമായിരുന്നു. ഇനി കുറച്ച് ശുദ്ധജലം ശേഖരിക്കാമെന്ന് അവർ ആശിച്ചുപോയി. അതുകൊണ്ടാവും ഗംഗയ്ക്ക് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായത്. അടുത്ത ചോദ്യം: शेर का मुंह इससे अधिक भयानक न होगा, यहाँ ठाकुर के दरवाजे की तुलना शेर के मुंह से क्यों की गई है? സിംഹത്തിന്റെ വായ് ഇതിനേക്കാളും ഭയാനകമായിരിക്കില്ല. ഇവിടെ ടാക്കൂറിന്റെ വാതിലിനെ സിംഹത്തിന്റെ വായുമായി താരതമ്യം ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? शेर का मुंह भयानक है, इसमें फंस गया तो कोई बच नहीं सकता. ठाकुर के कुएं से पानी भरने के कारण अछूत गंगी पकड़ जाए तो कभी बच नहीं सकती, इसलिए ठाकुर के दरवाजे की तुलना शेर के मुंह से की गई है. സിംഹത്തിന്റെ വായ് ഭയാനകമാണ്. അതിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഠാക്കൂറിന്റെ കിണറ്റിൽ നിന്നും വെള്ളം കോരിയത് കാരണം താണജാതിക്കാരിയായ ഗംഗി പിടിക്കപ്പെട്ടാൽ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഠാക്കൂറിന്റെ വാതിലിനെ സിംഹത്തിന്റെ വായോട് താരതമ്യം ചെയ്തിരിക്കുന്നത്. അടുത്ത ഒരു ചോദ്യം: ലൗഡിയാം നഹിം തോ ഓർ ക്യാ ഹോ തും, रोटी कपड़ा नहीं पाती, 10-5 रुपये भी चीन चपट कर ले ही लेती है, और लौडियम कैसी होती है? महिला के इस कथन का तात्पर्य क्या है? വേലക്കാരികളല്ലാതെ നിങ്ങളൊക്കെ പിന്നെ ആരാ? ആഹാരവും വസ്ത്രവും തരുന്നില്ലേ? 5-10 രൂപയും വല്ലപ്പോഴും പിടിച്ചു വാങ്ങുന്നില്ലേ? മറ്റു ജോലിക്കാരികൾ എങ്ങനെയാണ്? സ്ത്രീ ഇങ്ങനെ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? निम्न एवं मध्य वर्ग की अधिकांश महिलाओं को अपने घर में आदर सम्मान नहीं मिलता, वे दिन रात मेहनत करने के लिए मजबूर होते हैं, उनका जीवन सिर्फ लौड़ियों का जैसा है. यही महिला के इस कथन का उद्देश्य है.
താഴ്ന്നതും ഇടത്തരം കുടുംബങ്ങളിലും പെട്ട സ്ത്രീകൾക്കും തങ്ങളുടെ വീടുകളിൽ അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കുന്നില്ല. അവർ രാവും പകലും പണിയെടുക്കാൻ നിർബന്ധിതരാകുന്നു. അവരുടെ ജീവിതം വെറും ജോലിക്കാരുടേതുപോലെയാണ്. ഇതാണ് സ്ത്രീ പറഞ്ഞതിന്റെ ഉദ്ദേശ്യം. അടുത്ത ഒരു ചോദ്യം, रिवासी पाबंदियों और मजबूरियों पर गंगे का दिल विद्रोह करता है, आप इससे समर्थन करते हैं क्यों? ആചാരപ്രകാരമുള്ള വിലക്കുകളും അതുമൂലമുണ്ടാകുന്ന വിവശതകളും കാരണം ഗംഗയുടെ മനസ്സിൽ വിപ്ലവ ചിന്ത ഉടലെടുക്കുന്നു. താങ്കൾ ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? പാനി പ്രകൃതി കാ വരദാൻ ഹേ, ഇസ് പർ സബ് കാ സമാൻ അധികാർ ഹേ. पानी भरने से कुछ लोगों को मना करना बिल्कुल अन्याय है. इसके विरुद्ध विद्रोह करना ही चाहिए. इस बात में गंगे का समर्थन करना उचित है. ജലം പ്രകൃതിയുടെ വരദാനമാണ്. ഇതിന്മേൽ എല്ലാവർക്കും തുല്യ അവകാശമാണുള്ളത്. ചില ആളുകളെ വെള്ളം കോരുവാൻ അനുവദിക്കാതിരിക്കുന്നത് തികച്ചും അന്യായമാണ്. ഇതിനെതിരെ വിപ്ലവം നടത്തുക തന്നെ വേണം. ഇക്കാര്യത്തിൽ ഗംഗയെ പിന്തുണയ്ക്കുന്നതാണ് ഉചിതം. ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, യേ പ്രസംഗ് ദേഖേൻ. ഈ സന്ദർഭങ്ങൾ നോക്കാം. ആദ്യത്തേത്, ഗംഗി ക്യാ ജവാബ് ദേത്തി കിന്തു ഉസ്നെ വഹ് ബദ്ബൂദാർ പാനി പീനെ കോ ന ദിയ. രണ്ടാമത് തന്നിരിക്കുന്നത്, ഉസ്നെ ഗഡ ഔർ രസി ഉഡാലി ഔർ ജൂക്കർ ചൽത്തി ഹുയി ഏക് വൃക്ഷ കെ അന്ധേരെ സായേ മേ ഗഡി ഹുയി. മൂന്നാമത്തെ, ഠാക്കുർ कौन है पुकारते हुए कुएं की तरफ आ रहे थे और गंगी जगत से कूदकर भागी जा रही थी. इन व्यवहारों से गंगे के कौन से मनोभाव प्रकट होते हैं? ഗംഗയുടെ ഈ പ്രവൃത്തികളിൽ നിന്ന് ഗംഗയുടെ ഏതൊക്കെ മനോഭാവങ്ങളാണ് പ്രകടമാകുന്നത്? ഒന്നാമത്തെ കാര്യം, गंगी जानती थी कि जोकू ने जो कहा उसमें कड़वा सत्य था. ഗംഗയ്ക്ക് അറിയാമായിരുന്നു ജോക്കു പറഞ്ഞതിൽ ഒരു തികച്ചും സത്യമായ കാര്യമുണ്ടെന്ന്. കിന്തു ഉസ്നെ വഹ് ബദ്ബൂദാർ പാനി പീനെ കോ ന ദിയ. എന്നാൽ അവൾ ആ ദുർഗന്ധമുള്ള വെള്ളം കുടിക്കാനായിട്ട് കൊടുത്തില്ല. ക്യോംകി ഉസെ അപ്നി പതി കെ പ്രതി പ്രേം ഥാ. എന്താണ് കാര്യം? എന്തുകൊണ്ടാണ് ആ ദുർഗന്ധം നിറഞ്ഞ വെള്ളം ഭർത്താവിന് കൊടുക്കാതിരുന്നത്? അവൾക്ക് ഭർത്താവിനോട് അതിയായ സ്നേഹമുണ്ടായിരുന്നു. ഇനി രണ്ടാമത്തെ കാര്യം നോക്കാം. गंगी इस विचार से वृक्ष के अंधेरे साये में गड़ी हो गई कि वातावरण अनुकूल बन जाए. ഉൻകെ മൻമേ പ്രതീക്ഷാതി. അപ്പോൾ അവൾ ആ കയറും കുടവും എടുത്ത് വൃക്ഷത്തിന്റെ ഇരുട്ടിന്റെ മറവിൽ ചെന്ന് നിന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ നിന്നത്? അവളുടെ മനസ്സിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. ശുദ്ധമായ ജലം അവൾക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത്. ഇനി മൂന്നാമത്തെ കാര്യം, गंगे को मालूम था कि यदि वह पकड़ा जाए तो हाथ पांव तुड़वाएंगे, इसलिए ठाकुर की आवाज सुनते ही वह भागने लगी. ഉസ്കെ മൻമേ ബൈദ. അപ്പോൾ ഈ സമയത്ത് അവൾക്ക് ഈ വെള്ളം എടുക്കുന്ന സമയത്ത് പേടി ഉണ്ടായിരുന്നു. അവൾ പിടിക്കപ്പെടുകയാണെങ്കിൽ കൈയും കാലും തല്ലി ഒടിച്ചു കളയുമെന്ന് അവൾക്ക് പേടിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഠാക്കൂറിന്റെ സ്വരം കേട്ട വഴി അവൾ എന്ത് ചെയ്തത്? അങ്ങനെ ആ ജഗത്തിൽ നിന്ന്, കിണറ്റിൻ കരയിൽ നിന്ന് ചാടി മറഞ്ഞു നിന്നത്. അപ്പോ അവളുടെ മനസ്സിൽ എന്ത് വിചാരമായിരുന്നു ആ സമയത്ത്? ഉസ്കെ മൻമേ ബൈദ. അവളുടെ മനസ്സിൽ പേടിയുണ്ടായിരുന്നു. അടുത്ത ചോദ്യം, ഗംഗയ്ക്ക് യേ വിചാർ പഠേം. ഗംഗയുടെ ഈ ചിന്തകൾ വായിച്ചു നോക്കാം. ठाकुर के कुएं पर कौन चढ़ने देगा? दूर से लोग टान बजाएंगे. इनी രണ്ടാമത്തെ കാര്യം, हम क्यों नीच हैं और ये लोग क्यों ऊंच हैं? इसलिए कि ये लोग गले में ताक डाल लेते हैं. यहाँ तो जितने हैं एक से एक चंडे हैं. അപ്പോൾ ഗംഗയുടെ ചിന്തകളാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഈ ചിന്തകൾ നമ്മളോട് വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ ചിന്തകളിൽ നിന്ന് ഗംഗയുടെ ഏതെല്ലാം കാഴ്ചപ്പാടുകളാണ് വ്യക്തമാകുന്നത്? ചർച്ച ചെയ്യുക. ഇതിൽ തന്നിരിക്കുന്ന ആദ്യത്തെ സെന്റൻസ് നമുക്ക് നോക്കാം. ഠാക്കൂർ കെ കുएं पर कौन चढ़ने देगा, दूर से लोग टान बताएंगे. അപ്പൊ ഈ ചിന്തയിൽ നിന്ന് ഗംഗയുടെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ എങ്ങനെയാണ്? ഗംഗി അച്യുത് ഹേ, इस कारण ठाकुर के कुएं से उसे पानी न देगा, दूर से ही लोग टान बताएंगे. ഗംഗി അയിത്തമുള്ളവളാണ്. ഈ കാരണം കൊണ്ട് തന്നെ ഠാക്കൂറിന്റെ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാനായിട്ട് അനുവദിക്കില്ല. ദൂരെ നിന്ന് തന്നെ ആളുകൾ വഴക്ക് പറയും.
इस कदम से गंगे की विवशता प्रकट होती है, साथ ही सामाजिक कृपता के विरुद्ध अपना क्रोध एवं घृणा भी प्रकट करती है. രണ്ടാമതായി ഗംഗയുടെ ചിന്ത തന്നിരിക്കുന്നത് എങ്ങനെയാണ്? हम क्यों नीच हैं और ये लोग क्यों ऊंच हैं, इसलिए कि ये लोग गले में ताक डाल लेते हैं, यहाँ तो जितने हैं एक से एक चंडे हैं. ഇതിൽ നിന്ന് ഗംഗയുടെ കാഴ്ചപ്പാട് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. गंगी अछूत है, उससे साफ पानी पीने का भी अधिकार नहीं. सभी अधिकार समाज में ऊंचे माने वालों के पास है. गंगी को समझ में नहीं आती कि ये लोग कैसे श्रेष्ठ बने. यहाँ समाज की असमानता के विरुद्ध गंगी का आक्रोश ही प्रकट होता है. അടുത്ത ചോദ്യം, ഗംഗി के चरित्र पर टिप्पणी लिखें. ഗംഗയുടെ സ്വഭാവ സവിശേഷതയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. गंगी जोकू की पत्नी है, वह अछूत है. अपने बीमार पति को साफ पानी पिलाने में वह असमर्थ रहती है. गंगी इतना जानती थी कि गहरा पानी पीने से बीमारी बढ़ जाएगी, परंतु नहीं जानती कि उबालने से उसकी गराबी दूर हो जाती है. तत्कालीन सामाजिक व्यवस्था के कारण ठाकुर के कुएं से पानी भरना अछूतों के लिए मना ही है. मजबूर होकर उसका मन विद्रोह करने लगता है. रात में गड्ढा और रस्सी लेकर ठाकुर के कुएं से पानी भरने जाती है. वहां वह साहस तो प्रकट करती है, पर हार मानना पड़ता है. गंगी अशिक्षित, अछूत, गरीब और असहाय है, फिर भी सामाजिक कुरीतियों के विरुद्ध उसके दिल में विद्रोह के विचार जाग उठते हैं. ഗംഗി ജോക്കുവിന്റെ ഭാര്യയാണ്, അയിത്തമുള്ളവളാണ്. രോഗിയായ തന്റെ ഭർത്താവിന് കുറച്ച് ശുദ്ധജലം നൽകാൻ പോലും അവൾക്ക് കഴിയുന്നില്ല. മലിനജലം കുടിച്ചാൽ അസുഖം വർദ്ധിക്കുമെന്ന് അവൾക്കറിയാം. എന്നാൽ തിളപ്പിച്ചാൽ അതിലെ മാലിന്യം ഇല്ലാതാകുമെന്ന് അറിയില്ല. ചില സാമൂഹ്യ വ്യവസ്ഥിതികൾ നിലനിൽക്കുന്നതിനാൽ ഠാക്കൂറിന്റെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുവാനും തടസ്സമുണ്ട്. നിർവാഹമില്ലാതെ ഗംഗി വിപ്ലവാത്മകമായി ചിന്തിക്കുന്നു. രാത്രിയിൽ അവൾ കുടവും കയറുമെടുത്ത് ഠാക്കൂറിന്റെ കിണറ്റിൽ നിന്നും വെള്ളം കോരുവാൻ പോകുന്നു. ഇവിടെ ഗംഗി ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിലും പരാജയം സമ്മതിക്കേണ്ടതായി വരുന്നു. ഗംഗി വിദ്യാഭ്യാസമില്ലാത്തവളാണ്, താഴ്ന്ന ജാതിക്കാരിയാണ്, ദരിദ്രയും നിസ്സഹായയുമാണ്. എങ്കിലും അവളുടെ മനസ്സിൽ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ വിപ്ലവ ചിന്തകൾ ഉടലെടുക്കുന്നു. അടുത്ത ചോദ്യം എങ്ങനെയാണ്? സംഗോഷ്ഠി ചലായേം. जाति प्रथा एक अभिशाप है, विषय पर आलेख तैयार करें और संगोष्ठी चलाएं. जाति प्रथा. जाति प्रथा का मतलब है कि जाति के नाम पर लोगों को अलग अलग विभागों में बांटना. ब्राह्मण, क्षत्रिय, वैश्य तथा शूद्र कर्म से नहीं अपितु जन्म से माने जाने लगे. एकता की बात में दरार पड़ने लगी. जाति की व्यवस्था इतनी कठोर हो गई कि दलित कहे जाने वाले समाज के अधिकारों से वंचित रह गए. जाति प्रथा के कुप्रभाव से समाज को बचाने के लिए कई समाज सेवी लोग सामने आए. उसके फलस्वरूप समाज में सबको समानता का अधिकार प्राप्त हुआ. जाति के नाम पर किसी की उपेक्षा की जाती है तो उसे अपराध माने जाने लगा. लेकिन आज भी भारत के अनगिने प्रदेशों में जाति के नाम पर अत्याचार हो रहा है. उन्हें कानून के सामने पेश करके उचित दंड देना चाहिए. ജാതി സമ്പ്രദായം. ജാതി സമ്പ്രദായം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജാതിയുടെ പേരിൽ മനുഷ്യനെ പല വിഭാഗങ്ങളായി വിഭജിക്കുക എന്നാണ്. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും കർമ്മം കൊണ്ടല്ല മറിച്ച് ജന്മം കൊണ്ട് കണക്കാക്കപ്പെടാൻ തുടങ്ങി. ഐക്യത്തിന്റെ കാര്യത്തിലും വിള്ളലുണ്ടാകാൻ തുടങ്ങി. ദളിതർ എന്ന് വിളിക്കപ്പെടുന്നവർക്ക് സമൂഹത്തിലെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന വിധത്തിൽ ജാതി സമ്പ്രദായം കഠിനമായി മാറി. ജാതി വ്യവസ്ഥ എന്ന ദുരാചാരത്തിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കാൻ അനേകം സാമൂഹ്യ സ്നേഹികൾ മുന്നോട്ട് വന്നു. അതിന്റെ ഫലമായി സമൂഹത്തിൽ എല്ലാവർക്കും തുല്യമായ അവകാശം ലഭിച്ചു.
ജാതിയുടെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള അവഗണന ഉണ്ടായാൽ അതിനെ തെറ്റായി കണക്കാക്കാൻ തുടങ്ങി. എന്നാൽ ഭാരതത്തിൽ ഇന്നും എണ്ണപ്പെട്ട പ്രദേശങ്ങളിൽ ജാതിയുടെ പേരിൽ അക്രമങ്ങൾ നടന്നുവരുന്നു. അവയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഉചിതമായ ശിക്ഷ നൽകേണ്ടതാണ്.